നമസ്കാരം കൂട്ടുകാരെ, 2021 പുറത്തിറങ്ങിയ തായ് ചലച്ചിത്രം മൈ ബോസ് ഈസ് എ സീരിയൽ കില്ലർ രസകരമായ ആ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് രണ്ട് പെൺകുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മേസയെന്നും ബോഗിയെന്നുമാണ് അവരുടെ പേരുകൾ. അവരെന്ന് അവരുടെ സ്കൂളിലെ പ്രേതബാധയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മുറിയിലേക്ക് എത്തുകയായിരുന്നു. ആ മുറി രാത്രിയുടെ മധ്യത്തിൽ അവർ പരിശോധിച്ചു. പറയപ്പെടുന്ന പോലെ മുറിക്കകത്ത് ശബ്ദങ്ങളും മറ്റും കേൾക്കുന്നുണ്ട്. പക്ഷേ തുടർ പരിശോധനയിൽ ആ മുറിയുടെ സീലിംഗിന് മുകളിലായി എലികൾ ഓടി നടക്കുന്നതാണ് പ്രേതബാധയെന്ന് സംശയിക്കുന്ന തരത്തിൽ ശബ്ദങ്ങൾ കേൾക്കാൻ കാരണം എന്നവർ തിരിച്ചറിയുന്നു. അവരുടെ ആ കണ്ടെത്തൽ അവർ വീഡിയോ ആയി പകർത്തുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ഉടനടി തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്യുകയുമാണ്. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അതവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പോസ്റ്റ് ചെയ്യും. അതായിരുന്നു അവരുടെ പ്രധാന ഹോബിയും. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. കഥ അവിടെ നിന്നും 9 കൊല്ലത്തിനപ്പുറത്തേക്ക് നീളുന്നു. ബോഗിയും മേസയും ഇപ്പോഴും ഒരേ കമ്പനിയിലാണ് ജോലി നോക്കുന്നത്. പക്ഷേ രണ്ടുപേർക്കുമിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പഴയ പോലെ രണ്ടുപേരും അത്ര സൗഹൃദത്തിലൊന്നുമല്ല. സ്കൂളിൽ വെച്ച് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അന്ന് തൊട്ട് ഇരുവരും അകലുകയും ചെയ്യുകയായിരുന്നു. അതേ ഓഫീസിൽ തന്നെ ജോലി നോക്കുന്ന ലിൻ എന്ന പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ മേസയുടെ സുഹൃത്ത്. ലിന്നും പണ്ടിവരുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാനേജർ ചെറുപ്പക്കാരായ ഓഫീസ് എംപ്ലോയീസിനെ ഒരു മീറ്റിംഗിനായി വിളിപ്പിക്കുകയാണ്. പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുവാൻ, യങ്സ്റ്റേഴ്സിനിടയിൽ താല്പര്യം ജനിപ്പിക്കുവാൻ എത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്താം എന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു മാനേജർ അവരെ വിളിച്ചു വരുത്തിയത്. ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു. പതിവ് പോലെ മേസയും ബോഗിയും അഭിപ്രായം പറയുകയുണ്ടായി. പക്ഷേ ഇരുവരുടെയും അഭിപ്രായങ്ങൾ ചേർന്നു പോകുന്നതായിരുന്നില്ല. അവരിരുവരും അന്നും പതിവ് പോലെ ആ മീറ്റിംഗിൽ വഴക്കുണ്ടാക്കുകയാണ്. അത് കണ്ടതും മാനേജർ സഹികെട്ട് മീറ്റിംഗ് തന്നെ അവസാനിപ്പിച്ചു. പരസ്പരം പിരിഞ്ഞ ശേഷം ഇരുവരും അത്തരത്തിലായിരുന്നു. അന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് മേസ മടങ്ങാൻ നിൽക്കുമ്പോ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അവന്റെ പെൺഡ്രൈവ് തിരഞ്ഞ് നടക്കുന്നത് മേസ കാണുന്നു. മേസയ്ക്കടുത്തും അവൻ പെൺഡ്രൈവിനെ പറ്റി ചോദിച്ചു. ഒടുവിൽ മേസയുടെ ടേബിളിന്റെ താഴെ വീണ് കിടന്ന നിലയിൽ ആ പെൺഡ്രൈവ് കണ്ടുകിട്ടുകയുമാണ്. സന്തോഷത്തോടെ അത് വാങ്ങി ആ പയ്യൻ പോയി. പക്ഷെ അവൻ പോയ ശേഷമാണ് തന്റെയും അവന്റെയും പെൺഡ്രൈവുകൾ മാറിപ്പോയി എന്ന് മേസ തിരിച്ചറിയുന്നത്. ജോ എന്ന ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ പയ്യൻ തന്റെ പെൺഡ്രൈവിന് പകരം മേസയുടെ പെൺഡ്രൈവായിരുന്നു തെറ്റിദ്ധരിച്ച് വാങ്ങിക്കൊണ്ടുപോയത്. എന്തായാലും മേസ ജോയുടെ പെൺഡ്രൈവ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിനുള്ളിൽ ഒരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. അത് കണ്ടതും മേസ വല്ലാതെ ഷോക്കായി. ഉടൻ തന്നെ ലിന്നിനെ വിളിച്ച് മേസ ആ ഫയൽ ലിന്നിനെയും കാണിച്ചു കൊടുത്തു. 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ നഗരത്തിൽ ഓഫീസ് കില്ലർ എന്ന പേരിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. ഓരോ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ ആയിരുന്നു ആ സീരിയൽ കില്ലർ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തിയിരുന്നത്. ആ സീരിയൽ കില്ലറെ പറ്റി ഡോക്ടർ ആങ് എന്ന പേരുള്ള ഒരു ക്രിമിനോളജിസ്റ്റ് ഒരു പഠനമൊക്കെ നടത്തിയിരുന്നു. ആ റിസർച്ച് അനുസരിച്ച് അവരുടെ ഓഫീസിലെ ബോസായ ടെന്നാണ് ആ സീരിയൽ കില്ലർ എന്നായിരുന്നു ആ ഫയലിൽ ഉണ്ടായിരുന്നത്. ഓഫീസ് കില്ലറുടെ ഏറ്റവും ഒടുവിലത്തെ ഇര അവരുടെ ഓഫീസിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി കൂടിയായിരുന്നു. അതിനുശേഷം ഓഫീസ് കില്ലർ മറ്റൊരു കൊലപാതകവും നടത്തിയിട്ടില്ല. തെളിവുകളൊന്നുമില്ലാത്തതുകൊണ്ട് പോലീസ് ആ കേസ് ക്ലോസ് ചെയ്തു. പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഫയലിലെ വിവരങ്ങളൊക്കെ കണ്ടതും മേസയും ലിന്നും അല്പം പരിഭ്രാന്തരാകുന്നുണ്ട്. തങ്ങളുടെ ബോസായ ടെണ്ണാണോ ശരിക്കും ഇതിന്റെ പിന്നിൽ എന്നവർ ഭയപ്പെടാൻ തുടങ്ങി. ലിന്ന് ഭയത്തോടെ അത് പറയുമ്പോൾ മേസയ്ക്ക് അതിൽ വലിയ വിശ്വാസം തോന്നുന്നുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവരുടെ പിന്നിൽ അവരുടെ ബോസ് വന്നു. ഭാഗ്യത്തിന് വീഡിയോ ഒക്കെ ക്ലോസ് ആയി കിടക്കുകയായിരുന്നു. ബോസ് അത് കണ്ടിട്ടില്ല. അന്ന് നടന്ന മീറ്റിംഗിനെ പറ്റി ബോസ് അവരോട് ഡിസ്കസ് ചെയ്തു. പക്ഷേ ബോസിന് സംസാരത്തിൽ വലിയ തൃപ്തിയുണ്ടായിരുന്നില്ല. തിരികെ പോകുന്ന ബോസിന്റെ മുഖം വല്ലാതെയൊന്നും മാറുന്നുമുണ്ട്. പിന്നീട് ലിന്നും മേസയും കൂടി ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. കാർ പാർക്കിങ്ങിൽ എത്തുമ്പോൾ ബോസും എംപ്ലോയിയായ ജോയും തമ്മിൽ വലിയ വാക്കുതർക്കം നടക്കുന്നുണ്ട്. അവർ മറഞ്ഞു നിന്നത് നോക്കിക്കണ്ടു. ജോയുടെ പെൺഡ്രൈവിലാണല്ലോ ബോസിനെ പറ്റി അത്തരം ഒരു ഡോക്യുമെന്റ് ഉണ്ടായത്. ബോസ് സീരിയൽ കില്ലറാണ് എന്ന കാര്യം ജോ തിരിച്ചറിഞ്ഞിരിക്കണം. ബോസും അത് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടായിരിക്കും ബോസ് അവനുമേൽ ആർഗ്യൂ ചെയ്യുന്നത്. മിക്കവാറും ബോസ് അവനെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് ഭയത്തോടെ ലിൻ മേസയോട് പറഞ്ഞു. പക്ഷെ മേസ അങ്ങനൊന്നുമില്ലെന്ന് അപ്പോഴും പറയുകയാണ്. അന്ന് വീട്ടിലേക്ക് എത്തിയ ശേഷം ഡോക്ടർ ആങ് എന്ന ക്രിമിനോളജിസ്റ്റ് ഓഫീസ് കില്ലറെ പറ്റി തയ്യാറാക്കിയ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് അവൾ മൊത്തമായി വായിക്കുകയാണ്. മറുവശത്ത് ബോഗിയാകട്ടെ അന്ന് ഔട്ടിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് അവൾ ഫോണിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ഒരു കില്ലർ ഗെയിമാണത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കില്ലറെ കണ്ടെത്തുണ്ടെന്ന കളി ടോപ്പ് ലെവലിലായിരുന്നു ബോഗിയപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത്തവണത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ അവൾക്ക് എന്ത് ചെയ്താൽ സാധിക്കുന്നില്ല. ആ സമയം അതുവഴി അവളുടെ ബോസ് വന്നു. അവൾ കില്ലർ ഗെയിം കളിക്കുന്ന കണ്ട് അവളോട് അതിനെപ്പറ്റി സംസാരിച്ചു. തനിക്കും കില്ലർ ഗെയിം ഒരുപാട് ഇഷ്ടമായിരുന്നെന്നും അതിലെ എല്ലാ ലെവലും താൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ബോസ് അവളോട് പറയുകയാണ്. ബോസ് എങ്ങനെയാ ഇതൊക്കെ ഫുള്ള്
കംപ്ലീറ്റ് ചെയ്തേ എന്ന് ബോഗി ചോദിക്കുമ്പോൾ ഗെയിം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കില്ലറിനെ പോലെ ചിന്തിക്കണം എന്നായിരുന്നു ബോസ് മറുപടി പറയുന്നത്. ബോസിന്റെ വിചിത്രമായ ആ മറുപടിയും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ കേട്ട് ബോഗി അല്പം ഷോക്കാകുന്നുമുണ്ട്. ബോസിലേക്ക് വന്നാൽ ബോസ് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് അല്പം പ്രായമൊക്കെയുണ്ട്. വീട്ടിലേക്ക് അന്ന് എത്തിയിരുന്ന ബോസ് കുളിക്കുവാൻ കിടന്നു. ആ സമയം ബോസിന്റെ ഉള്ളിലേക്ക് ഒരു ലേഡിയെ പറ്റി ഓർമ്മകൾ തെളിഞ്ഞു വരുന്നുണ്ട്. മുഖം വ്യക്തമാവുന്നതിനു മുമ്പ് ബോസ് കണ്ണു തുറന്നു. പിറ്റേന്ന് ലിന്നും മേസയും ഓഫീസ് എലിവേറ്ററിൽ കയറുമ്പോൾ ബോസും അതിലേക്ക് വന്ന് കയറിയിരുന്നു. പിന്നീട് ഓഫീസിലെത്തി ബോസ് പോയതും മിന്നും മേസയും സംസാരിക്കുകയാണ്. ആ വീഡിയോ മാത്രം വെച്ച് ബോസാണ് കില്ലർ എന്ന് പറയാൻ പറ്റില്ലെന്നും താൻ ഇന്നലെ ഡോക്ടർ റാങ്ങിന്റെ ഡോക്യുമെന്റ് മൊത്തം വായിച്ചെന്നും അതിൽ പറയുന്ന പോലെ ബോസുമായി റിലേറ്റ് ചെയ്യാവുന്ന തെളിവുകളൊന്നുമില്ല എന്നും മേസ വ്യക്തമാക്കുകയാണ്. എന്തായാലും കൂടുതൽ കാര്യമറിയാൻ ജോയോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ മേസയും ലിന്നും ജോ ഇരിക്കുന്ന ഡെസ്കിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ജോ ഉണ്ടായിരുന്നില്ല. പിന്നീട് മാനേജറുമായി സംസാരിക്കുമ്പോൾ ജോയെ ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നവർ അറിയുന്നു. അന്ന് ഇടവേള സമയം ലിന്നും മേസയും സംസാരിക്കുകയാണ്. ഓഫീസിൽ നിന്ന് ജോയെ പിരിച്ചുവിട്ടു എന്ന വാർത്ത കേട്ടതും ലിന്നിന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണർന്നിരുന്നു. ബോസ് അവന് വല്ലതും ചെയ്തിരിക്കുമോ എന്നൊക്കെ ലിൻ മേസയോട് ചോദിക്കുകയാണ്. ഏതാണ്ട് അതേസമയം തന്നെയായിരുന്നു ബോഗിയും അങ്ങോട്ടേക്ക് വന്നത്. കൃത്യസമയം മൂവരുടെയും ഫോണിലേക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ജോയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ബോഗിക്കാണെങ്കിൽ ആ മെസ്സേജ് കണ്ടൊന്നും മനസ്സിലാകുന്നില്ല. പിന്നാലെ ലിന്ന് ബോഗിയോട് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. പെൻഡ്രൈവിന്റെ കാര്യവും ജോയെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയ കാര്യവുമൊക്കെ ബോഗിയും അറിയുകയാണ്. പെട്ടെന്നാണ് ബോഗിക്ക് തലേ ദിവസം ബോസ് കില്ലർ ഗെയിമിനെ പറ്റി സംസാരിച്ച കാര്യങ്ങൾ കൂടി വേഗം ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത്. അതോടെ ബോസ് തന്നെയാകുമോ സീരിയൽ കില്ലർ എന്നൊരു സംശയം അവൾക്കും തോന്നുന്നുണ്ട്. കൂടുതൽ വിവരമറിയാൻ എന്തായാലും ജോയുടെ വീട് വരെ ഒന്ന് പോയി നോക്കാം എന്ന് മൂവരും തീരുമാനിക്കുകയാണ്. അന്ന് വൈകിട്ട് 3 പേരും ജോയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. പക്ഷെ അവിടെ ജോയുണ്ടായിരുന്നില്ല. വീടിനകത്തേക്ക് അവർ ചെന്നു നോക്കിയപ്പോൾ കണ്ടത് മുറി മുഴുവൻ അലങ്കോലമായി കിടക്കുന്നതായിരുന്നു. ആരോ കടന്നു കയറി എന്തൊക്കെയോ തിരച്ചിൽ നടത്തിയ പോലെ അവിടെ കാണപ്പെടുന്നുണ്ട്. ജോയുടെ പെൻഡ്രൈവ് അന്വേഷിച്ച് ബോസ് ഇവിടെ വന്നിരിക്കും എന്ന് ലിൻ തന്റെ ഒരു സംശയം ഉന്നയിക്കുന്നു. പെൻഡ്രൈവ് കയ്യിലിരുന്നാൽ അപകടമാണെന്ന് തോന്നൽ അതോടെ അവർക്ക് വരികയാണ്. പെൻഡ്രൈവിലെ ഫയൽ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത് മാറ്റിയ ശേഷം തിരികെ പോകുമ്പോൾ ആ പെൻഡ്രൈവ് അവർ വഴിയിൽ ഉപേക്ഷിക്കുന്നു. കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുവാൻ അവർ മൂവരും ചേർന്ന് പെൻഡ്രൈവിൽ പറഞ്ഞിട്ടുള്ള ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ റാങ്ങിനെ കാണുവാൻ വേണ്ടി പോവുകയാണ്. ഡോക്ടർ റാങ്ങുമായി അവർ മൂവരും സംസാരിച്ചു. അവരുടെ സംശയവും ഉന്നയിച്ചു. പക്ഷേ ബോസ് ആവാൻ സാധ്യതയുണ്ടോ എന്ന് തനിക്കറിയില്ല എന്നായിരുന്നു ഡോക്ടർ റാങ്ങിന്റെ മറുപടി. അതിനുള്ള തെളിവുകളൊന്നുമില്ലെന്നും പക്ഷെ ഒരു സീരിയൽ കില്ലറുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബോസിന്റെ ജീവിതത്തിലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ബോസ് സീരിയൽ കില്ലർ ആവാൻ സാധ്യതയുമുണ്ട് എന്ന തന്റെ സംശയം ഡോക്ടർ അങ്ങ് പറയുകയാണ്. നിങ്ങൾ 3 പേരും സഹകരിച്ച് ഒന്നിച്ചു നിന്നാൽ ബോസിനെതിരെ തെളിവുകൾ സംഘടിപ്പിക്കാൻ പറ്റുമെന്നും കയ്യോടെ തെളിവുകൾ അടക്കം ബോസിനെ പിടികൂടാൻ പറ്റുമെന്നും ഡോക്ടർ അങ്ങ് അവരോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം മുതൽ അവർ അതിനുള്ള ശ്രമം ആരംഭിച്ചു. ഓഫീസിൽ ബോസ് പുറത്തുപോയ സമയം നോക്കി മേസ ബോസിന്റെ മുറിയിൽ കയറി. അവിടെ ബോസിന്റെ ചെറുപ്പകാലത്തെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ. പക്ഷേ കുടുംബത്തിനൊപ്പമോ അമ്മയ്ക്കൊപ്പമോ നിൽക്കുന്ന ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നില്ല. അതിൽ തന്നെ മേസയ്ക്കൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഓഫീസിലെ പഴയ സ്റ്റാഫായ ക്ലീനിംഗ് ലേഡിയോട് ബോസിന്റെ കുടുംബത്തെപ്പറ്റി അവർ തിരക്കി. അപ്പോഴാണ് അവർ ഒരു കാര്യം അറിയുന്നത്. ബോസിന്റെ കുഞ്ഞുനാളിലെ ബോസിന്റെ അമ്മ അച്ഛനെ ഡിവോഴ്സ് ചെയ്ത് വിദേശത്തേക്ക് പോയതാണ്. പിന്നീട് അവർ ഒരിക്കലും തിരികെ ബോസിനെ കാണാൻ വന്നിട്ടേയില്ല. അതോടെ ഇനി അമ്മയോടുള്ള വിദ്വേഷമാണോ ബോസിനെ ഒരു സീരിയൽ കില്ലർ ആക്കിയത് എന്നുള്ള സംശയമൊക്കെ അവരുടെ ഉള്ളിലേക്ക് വരുന്നു. ലിന്ന സംശയം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനൊന്നും ആവില്ല. ഇതേ പശ്ചാത്തലമുള്ള എത്ര പേരുണ്ട്, അവരൊക്കെ എന്താ സീരിയൽ കില്ലർ ആവുകയാണോ എന്നായിരുന്നു മേസയും ബോഗിയും ചോദിച്ചത്. അവർ സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് ബോസ് അവരുടെ പിന്നിൽ വന്നു. അത് കണ്ട് ലിന്നും മേസയും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. വൈകാതെ ബോസും ബോഗിയും കൂടി ഒരു മീറ്റിംഗിനായി പുറപ്പെടുകയാണ്. മറുവശത്ത് ഓഫീസിലുള്ളവരാകട്ടെ അവരുടെ പഴയ ഓഫീസ് ആൽബം പരിശോധിക്കുകയായിരുന്നു. ആ സമയം ആനി എന്നൊരു പെൺകുട്ടിയെയും അവർ ആ ഫോട്ടോയിൽ നോക്കിക്കാണുന്നുണ്ട്. ഓഫീസ് കില്ലർ ഏറ്റവും ഒടുവിൽ കൊലപ്പെടുത്തിയ പെൺകുട്ടി. ആനിയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ആനി ഓഫീസിലെ പ്രധാന നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥയായിരുന്നെന്നും ബോസിന് ആനിയോടൊരു ഇഷ്ടമുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നും ക്ലീനിംഗ് ലേഡി ലിന്നിനോടും മേസയോടും പറയുകയാണ്. മാത്രമല്ല ബോസും ആനിയും ഒന്നിച്ച് പഠിച്ചിരുന്നവരുമായിരുന്നു എന്നുകൂടി അവർ തിരിച്ചറിയുന്നുണ്ട്. മറുവശത്ത് ബോഗിയാകട്ടെ ബോസിന്റെ ഹോബി അവൾ ചോദിച്ചറിഞ്ഞു. സുന്ദരികളായ പെൺകുട്ടികളുടെയും മറ്റും ഫോട്ടോസ് എടുക്കലും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യലുമാണ് തന്റെ ഹോബി എന്ന് ബോസ് വ്യക്തമായും പറഞ്ഞു. ഓഫീസിലാകട്ടെ മേസയും ലിന്നും ചേർന്ന് തങ്ങൾ അറിഞ്ഞ ആനിയെ പറ്റിയുള്ള വിവരങ്ങൾ ഡോക്ടർ റാങ്ങിനോട് സംസാരിക്കുകയാണ്. ഒക്കെ കേട്ട ഡോക്ടർ റാങ്
തന്റെ ഒരു സംശയം പങ്കുവെച്ചു. ഓഫീസ് കില്ലർ കൊന്ന പെൺകുട്ടികളിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് ആനി. ആനിയും ബോസും സുഹൃത്തുക്കളാണെന്ന കാര്യം ഓഫീസിൽ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ബോസാണ് സീരിയൽ കില്ലർ എന്ന് വെക്കുക. അങ്ങനാണെങ്കിൽ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ ബോസിനെതിരെ പോലീസ് തിരിഞ്ഞിട്ടുണ്ടാകും. വീണ്ടും കൊലപാതകം തുടർന്നാൽ പോലീസിന്റെ സംശയം ബോസിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപക്ഷെ പിന്നീട് ഓഫീസ് കില്ലറായിട്ടുള്ള ബോസ് കൊലപാതകങ്ങൾ നടത്താതിരുന്നതാണെങ്കിലോ ഡോക്ടർ ആങ്ങിന്റെ സംശയത്തിൽ കഴമ്പുണ്ട് എന്ന് മേസയ്ക്കും ലിന്നിനും തോന്നുകയാണ്. പിന്നാലെ ഒരു കാര്യം കൂടി ഡോക്ടർ ആങ് വ്യക്തമാക്കി. സീരിയൽ കില്ലറുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. മിക്കവാറും സീരിയൽ കില്ലറുകൾ കൊല ചെയ്ത പെൺകുട്ടികളുടെ എന്തെങ്കിലും ഒരു വസ്തു ഓർമ്മയ്ക്കായി അവർ സൂക്ഷിച്ചു വെക്കും. അത്തരത്തിൽ ബോസും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ എന്തെങ്കിലും വസ്തു ബോസിന്റെ കസ്റ്റഡിയിലുണ്ടാകും. അത് കണ്ടെടുക്കാൻ സാധിച്ചാൽ ബോസിനെ എല്ലാ തെളിവുകളുടെയും അറസ്റ്റ് ചെയ്യാനാകും. മറുവശത്ത് അപ്പോഴും ബോഗിയും ബോസും സംസാരിക്കുകയാണ്. സംസാരത്തിലെ സ്വാതന്ത്ര്യം കാരണം ബോഗി ബോസിനടുക്കൽ കഴിഞ്ഞ ദിവസം കാർ പാർക്കിങ്ങിൽ വെച്ച് ജോയുമായി എന്തോ പ്രശ്നമുണ്ടായല്ലോ, അതെന്തായിരുന്നു, എന്താ ജോയെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയേ എന്ന് ബോസിനോട് ചോദിച്ചു. ആ സമയത്താണ് ബോസ് ആ സത്യങ്ങൾ തുറന്നു പറയുന്നത്. ജോ ഒരു മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഓഫീസിലെത്തി പലവരും കഞ്ചാവും മറ്റും വലിക്കുന്ന കണ്ട് ബോസ് അവനെ വാൺ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ജോ അത് നിർത്താൻ കൂട്ടാക്കിയില്ല. വീണ്ടും അത് നേരിൽ കണ്ടപ്പോഴാണ് ബോസ് അവനെ ശകാരിച്ചതും ജോലിയിൽ നിന്നും പുറത്താക്കിയതും. മറുവശത്ത് അപ്പോഴും മേസയും ലിങ്ങും ഡോക്ടർ ആങ്ങും സംസാരിക്കുകയായിരുന്നു. ആ സമയം ഡോക്ടർ അങ്ങ് വീണ്ടും തന്റെ സംശയം ഉന്നയിക്കുകയാണ്. ഓഫീസിലൊന്നുമില്ലെങ്കിൽ ബോസ് അതൊക്കെ വീട്ടിലായിരിക്കും സൂക്ഷിക്കുന്നത് എന്നായിരുന്നു ഡോക്ടർ ആങ് പറഞ്ഞത്. ബോസിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ അതോടെ അവർ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പ്രൊഡക്റ്റ് ഷൂട്ടിന്റെ പേര് പറഞ്ഞ് ബോസിന്റെ വീട്ടിലേക്കും അങ്ങനെ അവർ എത്തിച്ചേർന്നു. പുറത്ത് ഷൂട്ട് നടക്കുമ്പോ മേസ ആരും കാണാതെ ബോസിന്റെ വീടിനകത്ത് കയറി ബോസിന്റെ മുറിക്കുള്ളിലേക്കും എത്തി. ബോസിന്റെ മുറിയിലേക്കെത്തിയ മേസ അവിടുത്തെ ഫോട്ടോസൊക്കെ പകർത്തുകയാണ്. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ആ മുറിയിൽ നിന്നും മറ്റൊരു ചെറിയ മുറിയിലേക്ക് തുറക്കുന്ന വാതിൽ അവർ കാണുന്നുണ്ട്. അവൾ ആ മുറിയിലേക്ക് കയറി ചെന്നു. അവിടെ കുറെ ഫോട്ടോകൾ തൂക്കിയിട്ടിരുന്നു. ഫിലിം ക്യാമറയിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്ത ഫോട്ടോസാണത്. ഇതേസമയം പുറത്ത് ഷൂട്ട് ചെയ്യുകയായിരുന്ന ബോസിനാകട്ടെ ആരോ മുറിക്കുള്ളിൽ കയറിയിട്ടുണ്ട് എന്നൊരു തോന്നൽ വരികയാണ്. ബോസ് വേഗം മുറിക്കകത്തേക്ക് കയറി ചെന്ന് നോക്കി. ആ സമയം ബോസ് വരുന്ന കണ്ട് മേസ അവിടുത്തെ ഒരു ടേബിളിന് താഴെ ഒളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബോസിന് മേസയെ കാണാൻ കഴിഞ്ഞില്ല. ആരുമില്ലെന്ന് കണ്ട് ബോസ് തിരികെ പോയതും മേസ ടേബിളിനടിയിൽ നിന്നും വെളിയിൽ വന്നു. പിന്നീട് ബോഗിയും മേസയും അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ബോസിന്റെ മുറിയിൽ മേസ എങ്ങനെ കയറിയത് ശരിയായില്ല എന്ന് ബോഗി മേസയോട് പറഞ്ഞു. പിന്നാലെ ജോയുടെ കാര്യവും ബോസ് എന്തുകൊണ്ടാണ് ജോയെ പുറത്താക്കിയത് എന്നുള്ള കാര്യവുമൊക്കെ ബോഗി മേസയോട് വിശദീകരിച്ചു. പക്ഷേ ബോസ് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാകും, ജോയെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ലല്ലോ എന്നൊക്കെയായിരുന്നു മേസയുടെ മറുചോദ്യം. അതോടെ എങ്ങനെയെങ്കിലും ജോയെ കണ്ടുപിടിച്ച് ജോയുടെ അടുത്തു നിന്ന് തന്നെ സത്യങ്ങൾ അറിയണം എന്ന് ബോഗിക്ക് തോന്നുകയാണ്. ജോയുടെ ഫേസ്ബുക്ക് പേജ് അതോടെ ബോഗി ചെക്ക് ചെയ്യുന്നു. ഒടുവിൽ ജോ ഒരു പാർക്കിലാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയവൾ ആ പാർക്കിലേക്ക് ചെല്ലുകയാണ്. പിന്നാലെ ജോയെയും കൂട്ടി അവൾ ഡോക്ടർ ആങ്ങിന്റെയും മേസയുടെയും ലിന്നിന്റെയും മുമ്പിലേക്കും എത്തി. അവിടെ വെച്ച് ജോ ആ സത്യങ്ങൾ വെളിപ്പെടുത്തി. ബോസിനെ പറ്റി ആ പെൺഡ്രൈവിലുള്ളത് അത്രയും കള്ളമാണ്. താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞ് ബോസ് തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ ബോസിനോടുള്ള വൈരാഗ്യം തീർക്കുവാൻ തനിക്കറിയാവുന്ന പത്രത്തിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം കള്ളക്കഥയായി മെനഞ്ഞ് ബോസിനെ അതിൽ പ്രതിയാക്കുവാൻ ജോ ശ്രമിക്കുകയായിരുന്നു. ആ വാർത്ത ഓഫീസിനുള്ളിൽ പരത്തി ബോസിനെ ചീത്തപ്പേരുണ്ടാക്കണം എന്നേ ജോ ചിന്തിച്ചിരുന്നുള്ളൂ. അതിനുവേണ്ടി അവൻ ആ ഫയൽ ഉണ്ടാക്കിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് കടന്നുവന്ന ലിൻ അത് കണ്ടിരുന്നു. ലിന്നിൽ നിന്ന് അത് മറച്ചുപിടിക്കാനൊക്കെ ജോ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. പക്ഷേ ലിൻ ജോയെ കുറ്റപ്പെടുത്തിയില്ല, അവനെ സമാധാനിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് ഒരു കളിയുണ്ട് എന്ന് ചിന്തിച്ച ലിൻ അവനടുത്ത് നിന്ന് ആ ഫയൽ വാങ്ങി അത് മേസയുടെ അടുത്ത് എത്തിക്കുകയായിരുന്നു. കാര്യം എന്തെന്നാൽ ബോഗിയും മേസയും കുറേയായി അകന്നു കഴിയുകയാണല്ലോ. പണ്ട് ലിൻ മേസയുടെയും ബോഗിയുടെയും വീഡിയോകളുടെ വലിയ ഫാനായിരുന്നു. അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. പിരിഞ്ഞത് ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി ലിന്നാണ്. ഇതുപോലെ ഒരു കേസന്വേഷണം അവർക്കിടയിലേക്ക് വന്നാൽ അവരിരുവരും ഒന്നിച്ച് അത് അന്വേഷിക്കുമെന്നും അതോടെ അവർ വീണ്ടും ഒന്നുചേരും എന്നും ലിൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനുവേണ്ടി ലിൻ അറേഞ്ച് ചെയ്ത കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. ഒക്കെ കേൾക്കുന്നതും മേസയ്ക്കും ബോഗിക്കും വലിയ ദേഷ്യം വരുന്നുണ്ട്. അവർ അവിടെ നിന്ന് പോയി. എന്തായാലും അന്നു മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് അവരിരുവരും ലിന്നിനെ അവോയ്ഡ് ചെയ്യുകയാണ്. ബോസിനെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ പുറകെ നടന്നതുകൊണ്ട് ഓഫീസ് ജോലികളിൽ മേസയുടേത് പലതും പെൻഡിങ്ങിൽ വന്നിരുന്നു. മാനേജർ അവരെ വിളിച്ച് അതിനെപ്പറ്റി ചോദ്യം ചെയ്തു. അതോടെ സത്യങ്ങൾ തന്നെ അവർക്ക് പറയേണ്ടി വരികയാണ്. നടന്ന കാര്യങ്ങളൊക്കെ അവർ മാനേജറോട് വിശദീകരിച്ചു. ഒക്കെ കേട്ട മാനേജർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും വർക്കുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് മാനേജർ അവരെ പറഞ്ഞു വിട്ടു. മേസയ്ക്ക് ഒറ്റയ്ക്ക് അത് തീർക്കാൻ പറ്റില്ല എന്ന് ബോഗിക്ക് അറിയാമായിരുന്നു.
ബോഗിയും മേസയെ ഹെൽപ്പ് ചെയ്യാൻ കൂടുകയാണ്. പക്ഷെ ഒന്നിച്ചുള്ള ആ ജോലി ചെയ്യൽ വീണ്ടും മേസയെയും ബോഗിയെയും അടുപ്പിച്ചു. അവർ വീണ്ടും ഉറ്റ സുഹൃത്തുക്കളായി മാറി. മറുവശത്ത് മാനേജറാകട്ടെ ബോസിനൊപ്പം ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ കാഷ്വലായി അന്ന് വീട്ടിലെ ചൂട്ട് നടന്നില്ലേ, അന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് കാഷ്വലായി ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതും ബോസിനെന്തോ സംശയം തോന്നി. വീട്ടിലെത്തിയ ബോസ് അന്ന് CCTV ക്യാമറകൾ ചെക്ക് ചെയ്തു. തന്റെ മുറിക്കകത്തേക്ക് മേസ കയറിപ്പോകുന്നതും മറ്റും ബോസ് നോക്കിക്കണ്ടു. മറുവശത്ത് മേസ അന്നെടുത്ത ഫോട്ടോസ് ഒക്കെയും ഡോക്ടർ ആങ്ങിന് കൊടുത്തിരുന്നു. ആ ഫോട്ടോസൊക്കെ ഡെവലപ്പ് ചെയ്ത ഡോക്ടർ ആങ് തനിക്ക് തോന്നിയൊരു സംശയം ഫോട്ടോ അയച്ച് ലിന്നുമായി സംസാരിക്കുകയാണ്. ആനി മരിക്കുന്നതിന് മുമ്പെടുത്ത ഫോട്ടോയിൽ ആനി ധരിച്ചിരുന്നൊരു മാലയുണ്ട്. അതേ മാല മേസ അയച്ചു കൊടുത്ത ഫോട്ടോയിൽ നിന്നും ബോസിന്റെ മുറിയിലുള്ളത് ഡോക്ടർ ആങ് മനസ്സിലാക്കിയിരുന്നു. കൊല്ലപ്പെട്ട ആനിയുടെ മാല ബോസിന്റെ വീട്ടിലുണ്ടെങ്കിൽ ബോസ് തന്നെയാവും സീരിയൽ കില്ലർ എന്നുറപ്പിച്ച് ഡോക്ടർ ആങ് ലിന്നിനോട് പറയുന്നു. അത് കേട്ട് ലിൻ വല്ലാതെ ഭയക്കുന്നുണ്ട്. മേസിയെയും ബോഗിയെയും ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ലിൻ ശ്രമിച്ചെങ്കിലും അവരിരുവരെയും കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതോടെ ഡോക്ടർ ആങ്ങിന്റെ വീട്ടിലേക്ക് ലിന്നൊന്ന് പോവാമെന്ന് കരുതുകയാണ്. ഡോക്ടർ ആങ്ങിന്റെ വീട്ടിലേക്ക് എത്തിയ ലിൻ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. ഡോക്ടർ ആങ് കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഭയന്നെ അവൾ വേഗത്തിൽ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഡോക്ടർ ആങ്ങിന്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ ബോസാണ് ആ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള സംശയവും ഓഫീസ് കില്ലർ തങ്ങളുടെ ബോസാണോ എന്ന് തങ്ങൾ സംശയിക്കുന്നുണ്ട് എന്ന കാര്യവും ലിൻ പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാർ ഉടനടി ഡോക്ടർ ആങ്ങിന്റെ വീടിന് മുമ്പിലുള്ള CCTV പരിശോധിക്കുകയാണ്. ആ സമയം ലിൻ എത്തുന്നതിന് മുമ്പ് അവരുടെ ബോസ് അതുവഴി വന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ കിട്ടുന്നുമുണ്ട്. ബോസ് തന്നെയായിരിക്കും ആ കില്ലർ എന്നതോടെ പോലീസ് കൺഫേം ചെയ്യുകയാണ്. മറുവശത്തപ്പോൾ ബോഗി മേസയുടെ അപ്പാർട്ട്മെന്റിന് മുമ്പിൽ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. മേസ നടന്ന് തന്റെ അപ്പാർട്ട്മെന്റിനടുത്തേക്ക് എത്തി മുറി തുറന്ന് കയറാൻ നോക്കുമ്പോൾ അതേ മുറിക്കകത്ത് അവളുടെ ബോസ് രക്തക്കറ പുരണ്ട ഷർട്ടും ധരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ബോസിന്റെ ശരീരത്തിലെ രക്തക്കറകൾ കണ്ടതും ഭയന്നെ അവൾ അവിടെ നിന്നോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ലിഫ്റ്റിനടുത്തെത്തി അവളാകെ സ്റ്റെക്കാകുന്നുണ്ട്. ഭാഗ്യവശാൽ കൃത്യസമയം മഫ്തിയിൽ പോലീസുകാർ ബോസിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ബോസിനെ അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോവുകയാണ്. അടുത്ത ദിവസം ബോഗിയും മേസയും വീണ്ടും കണ്ടു. ലിൻ അവർക്ക് അയച്ചുകൊടുത്ത ഫോട്ടോസ് അവർ നോക്കിക്കാണുകയാണ്. ലിൻ അന്ന് ഓഫീസിലേക്ക് വന്നിരുന്നില്ല. ലിന്നിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച്ഡ് ഓഫുമാണ്. വൈകാതെ തന്നെ ബോസ് ജാമ്യത്തിലിറങ്ങിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ മേസയെ ബോസ് വിളിപ്പിച്ചു. സംസാരിക്കണമെന്ന് പറഞ്ഞു. ബോസിനെ മേസ ഒടുവിൽ നേരിൽ കാണുകയാണ്. ബോസ് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ബോസിന് ആനിയോട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആനിയോട് അത് പറയുവാനുള്ള ധൈര്യം ബോസിനുണ്ടായിരുന്നില്ല. മുതിർന്നു കഴിഞ്ഞപ്പോൾ ബോസിന്റെ അതേ കമ്പനിയിൽ ആനി ജോലിക്ക് അപ്ലൈ ചെയ്തു. ആനി ആയതുകൊണ്ട് തന്നെ മറ്റൊന്നും നോക്കാതെ ഉടനടി ബോസ് ആനിക്ക് ജോലിയും കൊടുത്തു. നല്ല രീതിയിൽ അവരുടെ ദിവസങ്ങൾ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ദിവസം ആനിയോട് പ്രണയം തുറന്നു പറയാൻ ബോസ് തീരുമാനിക്കുകയാണ്. പക്ഷേ അന്ന് രാത്രിയായിരുന്നു ആനി കൊല്ലപ്പെടുന്നതും. ആനിയുടെ മരണം ബോസിനെ ആകെ തകർത്തു കളഞ്ഞിരുന്നു. ആനിയുടെ കില്ലറെ കണ്ടെത്താൻ ബോസ് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അന്വേഷണം എവിടെയും എത്തിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മേസ തന്റെ മുറിയിൽ കയറിയ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഒക്കെ ഒന്നുകൂടി അന്വേഷിക്കുവാൻ ബോസിന് തോന്നിയത്. അപ്പോഴാണ് ഡോക്ടർ ആങ്ങിന്റെ റിസർച്ച് പേപ്പറും ഇന്റർനെറ്റിൽ ബോസ് കാണുന്നത്. ബോസ് അത് ഡൗൺലോഡ് ചെയ്തു വായിച്ചു. പിന്നാലെ ആങ്ങിനെ കാണുവാൻ ബോസ് പുറപ്പെട്ടു ചെല്ലുകയായിരുന്നു. പക്ഷേ ബോസ് എത്തിയപ്പോഴേക്കും ആരോ ആങ്ങിനെ കൊലപ്പെടുത്തിയിരുന്നു. ആങ്ങിനെ രക്ഷപ്പെടുത്താൻ ബോസ് ശ്രമിച്ചെങ്കിലും ആങ് മരണപ്പെട്ടു. അങ്ങനായിരുന്നു രക്തക്കറ ബോസിന്റെ ഷർട്ടിൽ വന്നത്. ഒക്കെ കേട്ടുകഴിഞ്ഞതും മേസ തന്റെ സംശയം ബോസിനോട് ചോദിച്ചു. അങ്ങനാണെങ്കിൽ മരിച്ചുപോയ ആനിയുടെ കയ്യിലുണ്ടായിരുന്ന മാല ബോസിന്റെ പക്കൽ എങ്ങനെ വന്നു? ബോസ് അതും വ്യക്തമാക്കി. അത് യാഥാർത്ഥ്യത്തിൽ ഒരു കപ്പിൾ ചെയിൻ ആണ്. അതിന് 2 പാർട്ടുണ്ട്. അതിലെ ഒരു പാർട്ടാണ് ആനി അണിഞ്ഞിരുന്നത്. എന്റെ കയ്യിലുള്ള എന്റെ പാർട്ടാണ് എന്റെ വീട്ടിൽ നിങ്ങൾ കണ്ടത്. ആനിക്ക് ആ മാല വാങ്ങിക്കൊടുത്തതും ഞാൻ തന്നെയായിരുന്നു. ആനിയുടെ മാല ഒരുപക്ഷെ ആ കില്ലറുടെ പക്കൽ ഉണ്ടാകും എന്നും ബോസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ മാലയിലേക്ക് സൂം ചെയ്ത് നോക്കിയ മേസയ്ക്ക് പെട്ടെന്ന് ആ ലോക്കറ്റ് മറ്റെവിടെയോ കണ്ട പോലെ ഒരു ഓർമ്മ തെളിഞ്ഞു വന്നു. മറുവശത്ത് ബോഗിയാകട്ടെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. മാനേജറുടെ ക്യാബിനിലെത്തിയ ബോഗി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില വസ്തുക്കൾ നോക്കിക്കണ്ടു. ആ കൂട്ടത്തിൽ ആനിയുടെ മാലയുടെ ലോക്കറ്റും കണ്ട് അവളാകെ ഷോക്കാകുന്നുണ്ട്. ബോഗി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ മാനേജർ വരികയാണ്. മാനേജർ ബോഗിയെ തലക്കടിച്ചു മയക്കുന്നു. അവിടെ വെച്ച കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഏവരും അന്വേഷിച്ചു നടന്ന സീരിയൽ കില്ലർ ബോസ് ആയിരുന്നില്ല, മറിച്ച് ഓഫീസിലെ മാനേജർ
മാനേജർ ആണെന്ന സത്യം. അതേ ഓഫീസിൽ അതിനോടകം ലിന്നിനെയും മാനേജർ ബന്ദിയാക്കി വെച്ചിരുന്നു. തന്നെ പറ്റിയുള്ള വിവരങ്ങൾ ലിന്നിന് അറിയാമായിരിക്കും എന്ന് സംശയിച്ചിട്ടായിരുന്നു മാനേജർ ലിന്നിനെ തട്ടിക്കൊണ്ടുവന്നത്. പിന്നാലെ മാനേജർ മേസയെ കണക്ട് ചെയ്യുകയാണ്. മേസയ്ക്കും തന്നെ പറ്റി അറിയാമായിരിക്കും എന്ന് ചിന്തിച്ചിരുന്ന മാനേജർ മേസയോട് വേഗത്തിൽ ഓഫീസിലേക്ക് വരാനും ഇല്ലെങ്കിൽ താൻ ബന്ദിയാക്കി വെച്ചിട്ടുള്ള അവളുടെ കൂട്ടുകാരികളെ കൊന്നുകളയും എന്നും ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ടതിന് പിന്നാലെ മേസയും ബോസും കൂടി ഉടനടി ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ്. മേസ മുൻവഴി കയറിയപ്പോൾ പിൻവഴിയിലെ സ്റ്റെയറിലൂടെ ബോസ് അകത്തേക്ക് കയറി വന്നു. മേസ എത്തിയതും തന്റെ മുമ്പിൽ തനിക്കെതിരെയുള്ളവർ ഒക്കെ നിരന്നു നിൽക്കുന്നത് സീരിയൽ കില്ലറായ മാനേജർക്ക് വലിയ ഹരം കൊടുക്കുന്നുണ്ട്. തന്റെ ഫ്ലാഷ് ബാക്ക് അതോടെ മാനേജർ തന്നെ പറയുകയാണ്. കുഞ്ഞുനാളിലെ മാനേജറുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. അമ്മയായിരുന്നു ജോലിക്കൊക്കെ പോയി അവനെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരിക്കൽ അപ്രതീക്ഷിതമായി നന്നായി ജോലി നോക്കുന്ന തന്റെ അമ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് കുട്ടിയായിരുന്ന മാനേജർ കണ്ടു. അത് സഹിക്കാൻ പറ്റാതെ അമ്മ ആത്മഹത്യ ചെയ്തു. മാനേജറെ അത് വല്ലാതെ തകർത്തു കളഞ്ഞിരുന്നു. കാര്യമായി ജോലിയൊന്നും ചെയ്യാത്തവർ പ്രൊമോഷനൊക്കെ നേടുകയും ആത്മാർത്ഥത കാണിക്കുന്നവർ തഴയപ്പെടുകയും ചെയ്യുന്നത് അവന്റെ ഉള്ളിൽ വലിയൊരു ട്രോമ തന്നെ സൃഷ്ടിച്ചു. വളർന്നപ്പോഴും മാനേജറുടെ ഉള്ളിൽ ആ ട്രോമ നിറഞ്ഞു നിന്നിരുന്നു. ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ നല്ല രീതിയിൽ പണിയെടുക്കാതെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ മാനേജർക്ക് വലിയ കലി വരും. അങ്ങനെയുള്ളവരെയായിരുന്നു മാനേജർ തിരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് എത്തിയപ്പോൾ ബോസിന്റെ സഹായത്തോടെ ജോലി കിട്ടുകയും സുപ്പീരിയർ ആയി മാറി കാര്യമായി വർക്ക് ചെയ്യാതെ ആസ്വദിച്ച് ജീവിക്കുന്ന ആനിയെ മാനേജർ കാണുകയും ചെയ്യുന്നു. ആനിയോടും വലിയ തോതിൽ കലി തോന്നിയ മാനേജർ ആനിയെയും കൊല്ലുകയായിരുന്നു. പക്ഷേ ആനിയുടെ മരണം ഓഫീസിലെ ഓരോരുത്തരുടെയും നേരെ അന്വേഷണം കൊണ്ടുവന്നു. അതുകൊണ്ടായിരുന്നു ഒന്നൊതുങ്ങിയ മാനേജർ പിന്നീട് കൊലപാതകങ്ങളിലേക്ക് കടക്കാതിരുന്നത്. കൊല്ലപ്പെട്ടിരുന്ന സ്ത്രീകളുടെ ഓരോ വസ്തുക്കളും മാനേജർ പക്ഷേ ഒരു സുവനീർ എന്ന പോലെ സൂക്ഷിച്ചിരുന്നു. മാനേജറുടെ ക്യാബിനിലും അതൊക്കെ ഉണ്ടായിരുന്നു. പിടിക്കപ്പെട്ടില്ലെന്ന് കരുതി മാനേജർ സ്വസ്ഥമായി കഴിയുമ്പോഴാണ് ജോലിയുടെ കാര്യത്തെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ മേസയും ബോഗിയും സീരിയൽ കില്ലറെ അന്വേഷിച്ചു പോയി ബോസിന് പിന്നാലെ നടന്ന് സമയം കളഞ്ഞ കാര്യം മാനേജറോട് പറയുന്നത്. ഒക്കെ കേട്ട് അതുകൊണ്ടായിരുന്നു മാനേജർക്ക് ചിരി വന്നതും. തന്നെപ്പറ്റി ഡോക്ടർ ആങ് അങ്ങനൊരു അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് അവരിൽ നിന്നും മനസ്സിലാക്കിയ മാനേജർ അതോടെ ഡോക്ടർ ആങ്ങിനെ കൊല്ലുകയായിരുന്നു. ഡോക്ടർ ആങ്ങിൽ നിന്നും ലിൻ വിവരമറിഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതും ലിൻ വഴി മേസയും ബോഗിയും കൂടി തന്നെപ്പറ്റി അറിഞ്ഞിരിക്കും എന്ന് മാനേജർ ചിന്തിച്ചിരുന്നു. അങ്ങനായിരുന്നു അവരെ തന്റെ കസ്റ്റഡിയിലാക്കുവാൻ മാനേജർ തീരുമാനിക്കുന്നതും. ഒക്കെ പറഞ്ഞു തീർത്തതിന് പിന്നാലെ മൂവരെയും കൊല്ലുവാൻ മാനേജർ തീരുമാനിക്കുകയാണ്. അവർക്ക് നേരെ മാനേജർ തോക്ക് ചൂണ്ടി. പക്ഷേ ഒക്കെ കേട്ട് പുറകിൽ ബോസ് നിൽക്കുന്നുണ്ടായിരുന്നു. മാനേജർ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴേക്കും കടന്നുവന്ന ബോസ് മാനേജറെ പിടികൂടുകയാണ്. മാനേജറും ബോസും തമ്മിൽ വലിയൊരു പിടിവലിയും ഫൈറ്റും അരങ്ങേറി. ഒടുവിൽ മാനേജറുടെ തലക്കടിച്ച് ബോസ് അയാളെ മയക്കിക്കിടത്തുകയാണ്. പിന്നാലെ പോലീസിനെ അവർ വിളിച്ചു വരുത്തി. എല്ലാ തെളിവുകളോടും കൂടെ ഓഫീസ് കില്ലർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം മേസയും ലിന്നും ബോഗിയും അടുത്ത കൂട്ടുകാരായി മാറിയിരുന്നു. പണ്ടവർ നിർത്തിക്കളഞ്ഞ് അന്വേഷണമൊക്കെ നടത്തുന്ന അവരുടെ യൂട്യൂബ് ചാനൽ അവർ വീണ്ടും ആരംഭിക്കുകയാണ്. തെളിയപ്പെടാത്ത കുറ്റകൃത്യങ്ങളും പ്രേതങ്ങളെപ്പറ്റിയുള്ള വിശദീകരണങ്ങളും ഒക്കെയായി അവരുടെ ചാനൽ തുടരും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.